കാർഷിക ഗീതവുമായി തിരുവാതിര ഞാറ്റുവേലയെത്തി. കാർഷിക മേഖലയ്ക്ക് കരുത്തേകുക, ഭക്ഷ്യസുരക്ഷയിൽ സ്വയം പര്യാപ്തത ഉറപ്പുവരുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി സംസ്ഥാനത്ത് ഞാറ്റുവേല ചന്തകളും ഒരുങ്ങി. കാർഷിക മേഖലയ്ക്ക് കരുത്തേകുക, ഭക്ഷ്യസുരക്ഷയിൽ സ്വയം പര്യാപ്തത ഉറപ്പുവരുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി സംസ്ഥാനത്ത് ഞാറ്റുവേല ചന്തകൾക്ക് വിപുലമായ തുടക്കം. തൃശൂർ ജില്ലയിലും തദ്ദേശ സ്ഥാപനങ്ങൾ, കൃഷിഭവനുകൾ, സഹകരണ ബാങ്കുകൾ, കർഷക കൂട്ടായ്മകൾ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തകൾ സജീവമായി തുടങ്ങി. തിരുവാതിര ഞാറ്റുവേലയോടനുബന്ധിച്ച് കർഷകർക്ക് ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ, നാടൻ വിത്തുകൾ, ജൈവവളങ്ങൾ എന്നിവയൊക്കെ മിതമായ നിരക്കിൽ ലഭ്യമാക്കുകയാണ് ചന്തകളുടെ പ്രധാന ലക്ഷ്യം. ഞാറ്റുവേലകളിൽ ഏറ്റവും കേമനായ തിരുവാതിര ഞാറ്റുവേലയിൽ ഏത് ചെടി നട്ടാലും എളുപ്പം വളരുമെന്നാണ് കർഷകരുടെ അനുഭവ സാക്ഷ്യം. കോലഴി പഞ്ചായത്ത് കൃഷിഭവൻ, സർവീസ് സഹകരണ ബാങ്ക് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ തിരൂർ സെന്ററിലും കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് NA സാബു ഉദ്ഘാടനം ചെയ്തു. കർഷക സെമിനാറും നടീൽ വസ്തുക്കളുടെ വിൽപ്പനയുമുണ്ടായി. പഞ്ചായത്ത് പ്രസിഡന്റ് സുമിത ഷാജി അധ്യക്ഷത വഹിച്ചു. പുഴയ്ക്കൽ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ VS പ്രതീഷ് പദ്ധതി വിശദീകരണം നടത്തി. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ PK പ്രസാദ്, കോലഴി കൃഷിഭവൻ ഓഫീസർ S വിഷ്ണു, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, മറ്റ് ജനപ്രതിനിധികൾ, കാർഷിക വികസന സമിതി അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു.